ശ്രീ മധു മണിമല, ഇപ്പോൾ യോഗക്ഷേമ സഭ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. തന്ത്രിക്ക് അനുകൂലമായി ഒരു വാർത്താ സമ്മേളനം. പാരമ്പര്യ വ്യവസ്ഥകൾ പ്രകാരം വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും ഇത് നൽകിയ ദേവസ്വം ബോർഡ് തന്നെയാണെന്നുമാണ് അവർ പറയുന്നത്. ആചാരപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനോ പുതിയ ഉത്തരവുകൾ ഇറക്കാനോ ദേവസ്വം ബോർഡിന് ഭരണഘടനാപരമായ ഒരു അധികാരവുമില്ല. വാജി വാഹനം മോഷണം പോയതാണെന്ന് ദേവസ്വം ബോർഡിന് പരാതിയുമില്ല എന്നുള്ള വാദമൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന യോഗക്ഷേമ സഭയുടെ വാദങ്ങൾ തന്ത്രിയെ രക്ഷിക്കാനുള്ള വാദങ്ങളാണ്. ഇത് എത്രത്തോളം നിലനിൽക്കുന്നതാണ് ശ്രീ മധു മണിമല? ഇന്ന് പത്രസമ്മേളനം നടത്തിയ യോഗക്ഷേമ സഭയല്ല, തന്ത്രി സമാജവും തന്ത്രി മണ്ഡലവും കൂടെ സംയുക്തമായിട്ടാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തിയത്. ശരി. ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ്. എന്നാൽ നിങ്ങളൊന്ന് കേൾക്കണം. ഈ ഏതൊരു ക്ഷേത്രത്തിലെയും വിഗ്രഹമോ ഇതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലെ വാഹനമോ അല്ലെങ്കിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും പുനരുപയോഗിക്കാനാവാത്ത വിധം കേടുപാടുകൾ പറ്റി അത് മാറ്റേണ്ടി വന്നാൽ തടിയിൽ നിർമ്മിച്ചതാണെങ്കിൽ അത് വിധിപ്രകാരം ചിത കൂട്ടി ചിതയിൽ സംസ്കരിക്കണമെന്നാണ്. അതേസമയം അത് ശിലയാണെങ്കിൽ സമുദ്രത്തിലോ കായലിലോ നദിയിലോ ഒഴുക്ക് നീറ്റിൽ നിമഞ്ജനം ചെയ്യണമെന്നാണ്. അത് കാരണം തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നിമഞ്ജനം ചെയ്യണം. എന്നാൽ ലോഹമാണെങ്കിൽ ആ പരിസരത്ത്, ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഉരുക്കിയാൽ അപ്പോൾ അത് വേറെ മറ്റൊരു ലോഹം, അത് ദേവന് ഉപയുക്തമായ പ്രഭാമണ്ഡലം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൂജാപാത്രങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തിടമ്പുണ്ടാക്കാനോ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കൊടുക്കുന്ന ദാനമാണ്. ദേവൻ എന്ന് പറയുന്നത് മൈനറായിട്ടുള്ള ആളാണ്. മൈനറുടെ സ്വത്ത് എങ്ങനെ തന്ത്രിക്ക് അവകാശമാകും? മൈനറുടെ സ്വത്ത് തന്ത്രിക്ക് അവകാശമല്ല. മൈനർ മേജർ ആകുന്നവരും വരെ അത് ദേവസ്വത്തിൻ്റെ സ്വത്താണ്, ദേവന്റെ സ്വത്താണ്. ദേവന്റെ സ്വത്ത് ദേവസ്വമാണ് ഭരിക്കുന്നത്, ദേവസ്വത്തിൻ്റെ സ്വത്താണ്. ഇത് തന്ത്രിക്ക് ഒരിക്കലും അവകാശപ്പെട്ടല്ല. ഈ പഴയ കൊടിമരം പൊളിക്കുമ്പോഴും അന്ന് ദേവപ്രശ്നം നടക്കുമ്പോഴും എല്ലാ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഈ ദേവപ്രശ്നം വിധിപ്രകാരം ഈ കൊടിമരം പൊളിച്ചു നീക്കുമ്പോൾ അതുവരെ ഇത് തടിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ദേവപ്രശ്നത്തിൽ എങ്ങനെയാണ് സ്മൃതി ഈ കൊടിമരം അത്ര ബലവത്തായിട്ടുള്ളൊരു കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിരുന്നത്. അത് പൊളിക്കാൻ തന്നെ വലിയ പാടുപെട്ടു. ഈ കൊടിമരത്തെ നിന്ന് ആദ്യം വാജ്യവാഹനം ഇന്നലെ ഞാൻ പറഞ്ഞു, വാജ്യവാഹനം അഴിച്ച് താഴത്തെ ഇറക്കിയപ്പോൾ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അപ്പം പ്രയാർ ഗോപാലകൃഷ്ണന് അറിയത്തില്ല. ASP കുറിപ്പ് പറഞ്ഞു അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്, അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്തു. മെമ്പർ രാഘവനും ഇദ്ദേഹം അടുക്കലുണ്ടായിരുന്നു. ഇവരാരും തടഞ്ഞില്ല. തന്ത്രി അത് കൊണ്ടുപോയി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ആ വാജ്യവാഹനത്തെ തൊഴുതുമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. ശബരിമലത്തെ ഭരണ സംവിധാനം അങ്ങനെയാണ്. ഒരു ദേവസ്വം ബോർഡ് വന്നാൽ പണ്ടൊക്കെ 4 വർഷമായിരുന്നു, ഇപ്പോൾ 2 വർഷത്തേക്കേ ഉള്ളൂ. ആദ്യത്തെ വർഷം ഇവർ ശബരിമലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ശബരിമല സീസൺ തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന്. സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ശബരിമലയ്ക്ക് പുറപ്പെടുന്നു. അപ്പോൾ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന യൂണിയൻകാർ, ആ യൂണിയൻകാർ ഈ പ്രസിഡന്റിനോടൊപ്പം കയറുന്നു. പിന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പ്രസിഡന്റ് ഉത്സവ പറമ്പിൽ ചെന്ന കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറുമായിട്ട് വരുന്ന ആൾക്കാർ. അവർക്കൊന്നും അറിയത്തില്ല. അവർ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ആ തീർത്ഥാടന കാലം കഴിഞ്ഞിരിക്കും. പിന്നീട് അവർ കാര്യങ്ങൾ വേണ്ടി പഠിച്ചു വരുന്നു. 1 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. ആ കാലാവധി തീരുന്നു. മേൽശാന്തി ശബരിമല വരുന്നത് 1 വർഷത്തേക്കാണ്. കീഴ്ശാന്തി വരുന്നത് 1 വർഷത്തേക്കാണ്. മാളിയപ്പുറം മേൽശാന്തി വരുന്നത് 1 വർഷത്തേക്കാണ്. തന്ത്രി മാത്രം ഒന്നിടവിട്ട വർഷങ്ങളിൽ. ശബരിമല ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ തന്ത്രിയാണ്. തന്ത്രിയുടെ ഭരണമാണ് ശബരിമല നടക്കുന്നത്. തന്ത്രി പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുക ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ UDF-ഓ LDF-ഓ അല്ല ഈ കൊള്ളയ്ക്ക് മുമ്പിൽ. ഈ കൊള്ളയ്ക്ക് ഞാൻ പച്ചയ്ക്ക് പറയുന്നു, തെളിവ് സഹിതം പറയുന്നു. ഇത് തന്ത്രി അറിയാതെ ഒരു മുട്ടുസൂചി പോലും ശബരിമല സന്നിധാനത്ത് പോകത്തില്ല. തന്ത്രി അറിയാതെ പോകത്തില്ല. പറയട്ടെ സോറി 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വരുന്നത്. അത് മാധവൻ പോറ്റിയുടെ ഇതായിട്ട് ഇവിടെ രാജു പി നായർ പറഞ്ഞു കീഴ്ശാന്തിയാണെന്ന്. കീഴ്ശാന്തി എന്ന് പറഞ്ഞ ദേവസ്വത്തിന്റെ ജീവനക്കാരനാണ്, ദേവസ്വത്തിന്റെ ശമ്പളക്കാരനാണ്. കീഴ്ശാന്തിയുടെ കീഴിൽ വരുന്ന പരികർമ്മിയാണ്. അയാൾക്ക് യാതൊരു നിയന്ത്രണമില്ല. അയാൾക്ക് നിരുപാധികം സ്ത്രീജോലി കയറാം. അയാൾ ദേവസ്വത്തിന്റെ ജീവനക്കാരനെ അല്ല. ഈ ശബരിമല വരുന്ന കാര്യങ്ങൾ പഠിക്കും. എക്സിക്യൂട്ടീവ് ഓഫീസർ 1 വർഷത്തേക്കേ ഉള്ളൂ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1 വർഷത്തേക്കേ ഉള്ളൂ. ശബരിമലത്തെ കാര്യങ്ങൾ ഇവരെങ്ങനെ പഠിക്കും? അവർക്ക് പഠിക്കാനുള്ള സംവിധാനമില്ല. അതാണ് ഇതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ തന്ത്രി പറയുന്നത് ഇവരെല്ലാം അംഗീകരിക്കും. തന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാർ അംഗീകരിക്കും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗീകരിക്കും, മെമ്പർ അംഗീകരിക്കും, അവിടെ വരുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു അദ്ദേഹം ശബരിമല ദേവസ്വം വിജിലൻസ് SP ആയിട്ട് ചാർജ് എടുത്ത് അദ്ദേഹം വരുമ്പോൾ ആദ്യം അവിടെ അരവണ നിർമ്മിക്കുന്നിടത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അത് പഴയ ഫോട്ടോ നോക്കി അറിയാം. അദ്ദേഹം അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഒറ്റ നടക്കി പോകുന്ന കേസല്ല. അവർ പലരും അവിടെ പറഞ്ഞു. കാരണം അദ്ദേഹം അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു.
അദ്ദേഹം അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ഒരു പേടിയോടെയാണ് ഇവരെ കണ്ടത്. അത് കാരണം അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായി, എനിക്കത് അറിയുകയും ചെയ്യാം. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അങ്ങനെ അധികം ആരോടും അങ്ങനെ ഇടപെടുന്ന ഒരു സ്വഭാവക്കാരനല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ അടുപ്പത്തിന് പോയിട്ടില്ല. അന്ന് അദ്ദേഹം ആദ്യം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ട്. അദ്ദേഹം വന്നത് ഭണ്ഡാരത്തിന്റെ കൂടെ താഴോട്ട് ഇറങ്ങി അപ്പോൾ ആരോടെ നടക്കുന്നല്ലേ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. ശരി, അപ്പോൾ അതൊക്കെ കണ്ടെത്തിയവർ അവിടെ തുടർന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ശരി, ശ്രീ മഹേഷ് പണിക്കറിലേക്ക്. മഹേഷ് പണിക്കർ ഇപ്പോൾ LDF-ഓ UDF അല്ല, ഇത് തന്ത്രിയിലാണ്. ഇവര് ന്യായീകരിക്കാൻ പറ്റില്ല. യോഗക്ഷേമ സഭയല്ല തന്ത്രി. ഞാനത് പറയാം. ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.